നമസ്കാരം. അമേരിക്കയുമായി തീരുവ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ റഷ്യയോട് അടുക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ചർച്ച നടത്തിയിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാരമ്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളും മറ്റും നിർത്തിവെക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്ന് അല്ലെങ്കിൽ വ്യാപാര ബന്ധം വിച്ഛേദിക്കണമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ റഷ്യയോട് അടുക്കുന്നതിനുള്ള നിലപാടാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടുതൽ ക്രൂഡ് ഓയിലും മറ്റും വില കുറച്ച് നൽകാനുള്ള നീക്കങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉള്ളതായി സൂചനകൾ ലഭിക്കുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനമുള്ളത്. എങ്കിലും പരസ്യമായ വാഗ്വാദങ്ങൾക്കോ മറ്റോ മുതിരേണ്ടതില്ല എന്നാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ മന്ത്രിമാർക്കടക്കം അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനങ്ങളും രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ ട്രംപിന്റെ തീരുവ ഭീഷണി നമ്മുടെ കേരളത്തിനെ അടക്കം ബാധിച്ചിരിക്കുകയാണ്. സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലുമൊക്കെ കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കിറ്റക്സിന്റെ MD അടക്കം ഇന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്തുക്കൾ അമേരിക്ക ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ടും കച്ചവടം നടന്നിരുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾ വരെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചില ബിസിനസ്സുകാർ ചെയ്യുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇന്ത്യക്ക് UAEയുമായിട്ടുള്ള ബന്ധം, ഇന്ത്യക്ക് 90% വസ്തുക്കൾക്കും UAE ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വസ്തുക്കൾ UAEയിൽ എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും അമേരിക്കയിലേക്ക് മറിച്ചു വിൽക്കുന്നതിനുള്ള ചില നടപടികളും ചില ബിസിനസ്സുകാർ നടത്തുന്നുണ്ട്. രാജ്യ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമേ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനിടെ ചില പുറത്തു വന്ന റോയിട്ടേഴ്സിന്റെ വാർത്തകൾ പ്രകാരം രാജ്നാഥ് സിംഗിന്റെ അമേരിക്കയിലുള്ള സന്ദർശനം ഒഴിവാക്കി എന്നൊക്കെ വന്നിരുന്നു. കൂടാതെ അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകളൊക്കെ ഇന്ത്യ നിർത്തിവെക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല പരസ്യ വാഗ്വാദങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്നലെ നരേന്ദ്രമോദി 1 മണിക്കൂറിലധികം രാത്രി സംസാരിച്ചിരുന്നു. ബ്രിക്സിനൊപ്പം നിൽക്കുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ചൈനയും ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള ആയുധ കരാറുകളും അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളും തുടർന്നു പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടവുമായോ ഒരു പരസ്യ ഏറ്റുമുട്ടലിന് തയ്യാറാവേണ്ടതില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം.